Hi friends, once again welcome back to my channel. നമ്മൾ എപ്പോഴും പുതിയ എന്താ പറയുക ഡിഷ് തേടി നടക്കല് നമുക്കൊരു എന്താ പറയുക ശീലമാണല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ചാനലിലൂടെ അത് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് അടുത്ത് കൽപ്പാത്തിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് പെപ്പർ ഇഡ്ഡലി കഴിച്ചു എന്ന് പറഞ്ഞു. ശരി, പെപ്പർ ഇഡ്ഡലി കഴിച്ചു, ഓക്കെ. അവൾ പറഞ്ഞു, സൂര്യ നീ അത് ചെയ്തണം, അടിപൊളി ഹോട്ടലാണ്, നല്ല ഫുഡായിരുന്നു, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു ശരി എന്നാൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഷൂട്ടിങ്ങിന് മുമ്പായിട്ട് 2-3 പ്രാവശ്യം ഇവിടെ വരികയും ചെയ്തു, ഇവിടുത്തെ ഫുഡെല്ലാം കഴിക്കുകയും ചെയ്തു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ഇവിടെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ എത്തിയിരിക്കുകയാണ്. ചാത്തപുരം ജംഗ്ഷനിൽ ശ്രീ ഭവൻ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ്, വെജിറ്റേറിയൻ ഹോട്ടലാണ്. സോ നമുക്ക് അകത്തെ വിശേഷങ്ങളിലോട്ട് കയറാം. വന്നു പൊതുവെ ഇപ്പോൾ ചാട്സ് പാലക്കാട് ട്രെൻഡിങ് ആയി വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ പാലക്കാട് എല്ലാ മുക്കിലും മൂലയിലും ചാട്സ് അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ എടുത്തു പറയാണ്, ഞാൻ ഇവിടെ നിന്ന് കഴിച്ചു റഷ്യൻ ചാട്ട്. എനിക്ക് തോന്നിയിട്ടുള്ള പാലക്കാട് എവിടെയും ഇത്രയും നല്ലൊരു ചാട്സ് അവൈലബിൾ ആണെന്നുള്ളത്. ശരിക്കും നമ്മൾ നോർത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ ബാംഗ്ലൂർ ആ ഭാഗത്തൊക്കെ പോയിട്ട് കഴിക്കുന്ന ഒറിജിനൽ ചാട്സിൻ്റെ അതേ ഒരു ഫ്ലേവറാണ് വന്നത്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ചാട്ട് സെക്ഷൻ ഒന്ന് കാണാം. ഇവിടെ ചാട്ട് ഉണ്ടാക്കാൻ നിൽക്കുന്ന ആൾ തന്നെ നോർത്ത് ഇന്ത്യയിലെ ആളാണ്. പിന്നെ നല്ല ഹൈജീനിക് ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കണം. നമ്മൾ നോർമലായിട്ടുള്ള ചെറിയ കടകളിൽ പോകുമ്പോഴുള്ള ഒരു ഫീലല്ല, നല്ല ഹൈജീനിക് തന്നെയാണ്. പിന്നെ എസ്പെഷ്യലി ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒരു സാധനം കൂടി ഉണ്ട്, പാവ് ബജ്ജി. അതിൻ്റെ ബണ്ണ് ഇവിടെ ഇരിക്കുന്നുണ്ട്, കാണാൻ പറ്റും. ഇപ്പം ഞാൻ ജസ്റ്റ് എനിക്കൊരു പാനിപ്പൂരി മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ പാനിപ്പൂരി ചെയ്തിട്ടുണ്ട്. നമ്മുടെ നോർമൽ മറ്റേ പുരി ഉണ്ട്, പിന്നെ അതിൽ മിക്സർ പോലത്തെ സേവ് എന്ന് പറഞ്ഞതുണ്ട്, പിന്നെ അതിൻ്റെ അകത്ത് ഫില്ലിങ്സ് ഉണ്ട്, പിന്നെ ആ പാനിയുണ്ട്. ഞാൻ എന്താ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ശരിക്കും പാനിപ്പൂരിയുടെ തന്നെ ആ ഒരു ഒത്തൻറ്റിക് ഫ്ലേവർ നമുക്ക് കിട്ടും. ശരിക്കും നമ്മൾ ആ പുളി വെള്ളത്തിൻ്റെ ഒരു ഫ്ലേവറും ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാനിപ്പൂരി ഇവിടെ കിട്ടില്ല എന്നുള്ളത് ഞാൻ 100% ഷുവറായിട്ട് പറയണം. അതിവിടെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെയും അകത്തെ വിശേഷങ്ങൾ ബാക്കിയുണ്ട്. ഇത് മാത്രമല്ല വേറെയും ഡിഷസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം കാണാം. സ്റ്റേ. സോ ഞാൻ ശ്രീ ഭവൻ ഹോട്ടലിൻ്റെ അകത്താണ്. സോ അകത്ത് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഇതിൻ്റെ ഓണർ ഉണ്ട്, ജയറാം സാറ് കൂടെ ഉണ്ട്. സോ സാർ നമസ്കാരം. നമുക്കറിയാലോ ഈ ഒരു ചെറിയൊരു സ്പാൻ ടൈമിൽ തന്നെ ശ്രീ ഭവൻ ഹോട്ടൽ നല്ല ഫേമസ് ആയി. അപ്പോൾ ശ്രീ ഭവൻ ഹോട്ടലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും. സർ എന്താ നമുക്ക് പറഞ്ഞു തരാനുള്ളത്? ശ്രീ ഭവൻ ഹോട്ടൽ എന്ന് പറയുമ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് 4 കൊല്ലം ആയിട്ടേ ഉള്ളൂ. ഓപ്പൺ അറൗണ്ട് 2015 മാർച്ച് 17 ഓപ്പൺ ആയത്. വിത്തിൻ എ ഷോർട്ട് ടൈം നമുക്ക് കുഴപ്പമില്ലാത്തൊരു നല്ലൊരു റെസ്പോൺസ് കിട്ടി. ആൻഡ് വി ഹാവ് അവർ ഓൺ കസ്റ്റമേഴ്സ് ആൻഡ് വി ആർ ഓൾസോ ഡൂയിങ് കാറ്ററിംഗ് സർവീസസ്. ഹോട്ടൽ തുടങ്ങിയ ശേഷവും നമുക്ക് നല്ലൊരു റെസ്പോൺസ് കിട്ടുന്നുണ്ട്, നല്ല കാറ്ററിംഗ് സർവീസസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് എ ജോയിൻറ്റ് ഫാമിലി ബിസിനസ്. ഞങ്ങൾ 2 ബ്രദേഴ്സും വീട്ടിലെ അമ്മയും സിസ്റ്റർ ഇൻ ലോസ് എല്ലാവരും കൂടിയിട്ടാണ് ഈ ബിസിനസ് നോക്കി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ബെനിഫിറ്റ്സും ഉണ്ട്. എന്താ പറയുക, വി ഹാവ് മോർ അഡ്വാൻറ്റേജസ്. ആൻഡ് ഗ്രാമത്തിൽ തന്നെ, ഇത് കൽപ്പാത്തി ഗ്രാമത്തിലായതുകൊണ്ട് വി ഹാവ് റെഗുലർ കസ്റ്റമേഴ്സ് ഫ്രം ദ വില്ലേജസ് ഇറ്റ്സെൽഫ്. ഈവൻ നമ്മൾ ബിഫോർ സ്റ്റാർട്ടിങ് ദിസ് ഹോട്ടൽ ഞാൻ കൽപ്പാത്തി ആയതുകൊണ്ട് കാറ്ററിംഗ് സർവീസസ് കൽപ്പാത്തിക്കാർക്കും പുറമേ ഉള്ളവർക്കും ചെയ്തുകൊണ്ടിരുന്നു. തന്നെ റെസ്റ്റോറൻറ്റ് തുടങ്ങിയപ്പോൾ എല്ലാവരും നല്ലൊരു ഇതാണ് തന്നത്, അപ്രിസിയേഷൻ തന്നു. ദേ ഗിവ് മീ ഫുൾ സപ്പോർട്ട്. അതിനുശേഷം ബിസിനസ് ഒന്ന് ഡെവലപ്പായപ്പോൾ നമുക്ക് കൽപ്പാത്തി മാത്രമല്ല, വി ഗോട്ട് സ്റ്റാർട്ട് ഗെറ്റിംഗ് കസ്റ്റമേഴ്സ് ഫ്രം ചന്ദർനഗർ ആൻഡ് ഓൾമോസ്റ്റ് ഫുൾ ഓഫ് പാലക്കാട് ഡിസ്ട്രിക്ട്. ആൻഡ് ഇപ്പോൾ കുഴപ്പമില്ലാത്ത നമ്മൾ ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ആയതുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ ഒരു ഫുൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ടും ഐ ആം എബൌട്ട് ടു ഷിഫ്റ്റ് മൈ ഹോട്ടൽ ബാക്കിലൊരു നല്ലൊരു റെസ്റ്റോറൻ്റായിട്ട് ഗ്രൗണ്ട് പ്ലസ് 3 ഫ്ലോർ റെസ്റ്റോറൻ്റായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വിത്ത് എ പാർട്ടി ഹാൾ, ഡൈനിങ് ഹാൾ ആൻഡ് മിനിമം ഒരു 7 to 8 റൂംസ്. അത് വന്നിട്ട് നമുക്ക് ഒത്തിരി കമേഴ്ഷ്യലായിട്ട് പ്രൊഫഷണലായിട്ട് തന്നെ റെസ്റ്റോറൻറ്റും ഒരു ഡൈനിങ് ഹാൾ ഇതെല്ലാം ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് കൊണ്ട് നടത്താമെന്നുള്ള
കോൺഫിഡൻസ് ഉണ്ട്. കസ്റ്റമേഴ്സാണ് ഇതെല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഈ ലെവലിൽ എത്തിച്ചതും. ആൻഡ് നമ്മൾ പാലക്കാടിൽ വെജിറ്റേറിയൻ ഹോട്ടൽസിൽ കൊടുക്കാത്ത പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ്സും കൊടുക്കുന്നുണ്ട്. ലൈക്ക് ദോശാസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ദോശാസ്. ഒരു 3 കൊല്ലം 4 കൊല്ലം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ദോശ മേളാസ് ഫോർ എ വീക്സ് ടൈം നടത്തിയത് കൊണ്ട് നമുക്ക് കുറച്ച് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹോട്ടൽ ഈ ഏരിയയിൽ അറിയാത്തവർ, പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ അറിയാത്തവർ പലവരും അറിഞ്ഞു തുടങ്ങി. ദേ സ്റ്റാർട്ടഡ് കമ്മിങ്. ആൻഡ് ഈ ദോശമേള നടത്തിയ സമയത്തുള്ള വെറൈറ്റീസ് ഓഫ് ദോശാസ് വന്ന് നമ്മൾ റെഗുലറായിട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിൽ എത്തിച്ചു. അവർ ഓൾമോസ്റ്റ് ഡെയിലി 6 to 7 വെറൈറ്റീസ് ഓഫ് ദോശാസ് വി ആർ പ്രൊവൈഡിങ്. ആൻഡ് എല്ലാം വന്നിട്ട് എന്താ പറയുക, ഞങ്ങളും പുതിയ ദോശ വെറൈറ്റീസ് കിച്ചണിൽ വി വിൽ ട്രൈ. അത് ഓക്കെ തോന്നിക്കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് നമ്മൾ ഫസ്റ്റ് 1-2 കസ്റ്റമേഴ്സിന് നമ്മൾ ജസ്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കും. അവരുടെ റെസ്പോൺസ് അറിഞ്ഞുകൊണ്ട് അതെങ്ങനെയുണ്ട് എന്താണെന്ന് അവരുടെ ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇഫ് വി വാണ്ട് ടു ഇമ്പ്രൂവ് നമ്മളത് ഇമ്പ്രൂവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എങ്ങനെ പ്രസൻറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് കസ്റ്റമേഴ്സ് ഫുൾ അക്സെപ്റ്റഡ് ആണ് നമ്മുടെ ഹോട്ടലെ കുറിച്ച്. ദെൻ നമ്മൾ ഫുൾ ടൈം കാറ്ററിങ്ങും ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 34 സീറ്റഡ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ് അല്ലേ അത്? ഈ 34 സീറ്റഡ് ഹോട്ടൽ എന്നുള്ളത് ഇപ്പം അതിൻ്റെ വലിയ ഷോറൂം, വലിയ ഹോട്ടലായിട്ട് തന്നെ വരാൻ പോണത് അറൌണ്ട് 2500 സ്ക്വയർ ഫീറ്റ് ആണ് തോന്നുന്നു അല്ലേ അത്? അതെ. അതുമാത്രമല്ല ചന്ദ്രനഗറിൽ ഇവർക്ക് വേറൊരു പുതിയൊരു ബ്രാഞ്ചും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ? തുടങ്ങിക്കഴിഞ്ഞു, ഓൾറെഡി സ്റ്റാർട്ടഡ്. അപ്പോൾ ഒരു ചെറിയ ഹോട്ടൽ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് അതൊരു വെജിറ്റേറിയൻ ഹോട്ടൽ ഇത്രയും നല്ലൊരു ലെവലിൽ എത്തണമെങ്കിൽ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് അത്രയ്ക്കും കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പിന്നെ എടുത്ത് പറയാനുള്ള ചോദിക്കാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ഒരു പീക്കായിട്ടുള്ള വരുന്ന സമയം എപ്പോഴാണ്? ടൈം എന്ന് പറയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനാണ് വെച്ചാൽ മോർണിംഗ് 8:30 to 10. ദെൻ ലഞ്ച് ടൈമാണ് സേ ബൈ 1 to 2:30. ദെൻ ഈവനിങ് 6 to 8:30, 9. ഇതാണ് മാക്സിമം പേ. ആൻഡ് ഈവനിങ് ആണ് മോർ ഫാമിലി മെമ്പേഴ്സ് ആർ കമ്മിങ്. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് മൂവിങ് ക്രൗഡാണ്, ലഞ്ചിനും അതുപോലെ തന്നെയാണ്. ബട്ട് ഈവനിങ് വന്നിട്ട് ഒരുപാട് പാലക്കാട് ടൗണിനകത്തുനിന്ന് തന്നെ പാലക്കാട് ഇത്രയും ഹോട്ടൽസ് ഉള്ളപ്പോൾ നമ്മൾ ഇവിടെ ഫുഡിൻ്റെ ക്വാളിറ്റി ബേസ് ചെയ്തിട്ട് ഒരുപാട് ഫാമിലീസ് വിസിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് സോ ഫാർ വി ആർ ഹാപ്പി. ബട്ട് നമുക്ക് നല്ലൊരു ഫുഡ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കസ്റ്റമേഴ്സ് ഓൾസോ. അതുകൊണ്ടാണല്ലോ ഈ 4 കൊല്ലമായിട്ട് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ നോർമലായിട്ട് കണ്ടുവരുന്ന എല്ലാ വെജിറ്റേറിയൻ ഹോട്ടൽസിലും ഒരു പ്രത്യേക ഒരു ഡിഷിൻ്റെ ഒരു മെനു ഉണ്ടാവും അല്ലേ? അതൊരു ചേഞ്ചും ഉണ്ടാവില്ല. എല്ലാ വെജിറ്റേറിയൻ ഹോട്ടൽസിലും സെയിം ഫുഡ് തന്നെയായിരിക്കും. ശ്രീ ഭവനിൽ എന്താണ് വെറൈറ്റി ആയിട്ട് വെജിറ്റേറിയനിലുള്ളത്? ശ്രീ ഭവനിൽ വെറൈറ്റി ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഡ്ഡലീസ് അടക്കം നമ്മൾ വെറൈറ്റി ആയിട്ട് കൊടുക്കുന്നുണ്ട്. പെപ്പർ ഇഡ്ഡലി, ചില്ലി ഇഡ്ഡലി, അതേമാതിരി പൊറോട്ടോസാലാവുമ്പോൾ പെപ്പർ പൊറോട്ട, പനീർ പൊറോട്ട, ചില്ലി പൊറോട്ട. ദെൻ ദോശാസ് എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് വെറൈറ്റി ദോശാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സപ്തസ്വര ഊത്തപ്പം എന്ന് പറയും. അത് 7 ടൈപ്പ് ചെറിയ 7 ഊത്തപ്പം വിത്ത് 7 ഡിഫറെൻറ്റ് ഫില്ലിങ്സ് ആണ് മേലെ. ദെൻ പനീർ റോസ്റ്റ്, ചീസ് റോസ്റ്റ്, ക്യാപ്സിക്കം മസാല റോസ്റ്റ്, പീസ് മസാല റോസ്റ്റ്, ബ്രെഡ് മസാല റോസ്റ്റ്, ടൊമാറ്റോ മസാല റോസ്റ്റ്, പെപ്പർ ഓണിയൻ റോസ്റ്റ്. ആൻഡ് ഇതുപോലെ ഏകദേശം 60-70 വെറൈറ്റി ദോശകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 12 to 15 വെറൈറ്റി ദോശ എനി ഗിവൺ ടൈം നമ്മളെ കൊണ്ട് ഡെയിലി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളത് കസ്റ്റമേഴ്സിൻ്റെ റെസ്പോൺസ് അനുസരിച്ച് നമുക്ക് സമയം കിട്ടുകയാണെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ നമ്മൾ അത് ഉണ്ടാക്കി കൊടുക്കും. ബിക്കോസ് കസ്റ്റമർ ഈസ് ദ കിങ്. അവർ പറയുന്നത് നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫീൽഡിൽ ഇരിക്കുന്നത്. പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ശരിക്കും വായിലിങ്ങനെ വെള്ളം വരുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് വേണ്ടി എന്താണ് സ്പെഷ്യൽ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? നമുക്കിപ്പോൾ നമുക്ക് സപ്തസ്വര ഊത്തപ്പം റെഡിയാക്കി തരാം. പെപ്പർ പനീർ റോസ്റ്റ്, ചീസ് റോസ്റ്റ്, ദെൻ 3-in-1 റോസ്റ്റ്. ഇതൊക്കെ നമ്മുടെ സ്പെഷ്യലൈസ്ഡ് ആണ്. 3-in-1 റോസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു റോസ്റ്റിൻ്റെ അകത്ത് തന്നെ 3 ടൈപ്പ് ഫില്ലിംഗ് ആണ്. നോർമൽ മസാല ആൻഡ് ഓണിയൻ സോട്ടഡ് വിത്ത് ചില്ലി പൗഡർ, ദെൻ പൊടി. ഈ 3-in-1 റോസ്റ്റ് എന്നുള്ളത് നമ്മുടെ സ്പെഷ്യൽ തന്നെയാണ്. ദെൻ പെപ്പർ ഓണിയൻ റോസ്റ്റ്, ഓണിയൻ സോട്ടഡ് വിത്ത് പെപ്പർ ആൻഡ് ലിറ്റിൽ മസാലാസ്. അതെല്ലാം നമ്മുടെ മെയിൻ ഹിറ്റ് ദോശകളാണ്. സോ ജയറാം സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണ്ടി ഡിഷസ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. എന്തായാലും നമുക്ക് സാറിനോടൊരു താങ്ക്സ് പറയാം. താങ്ക് യു സോ മച്ച്. എന്തായാലും നമുക്ക് ടേസ്റ്റിംഗ് സെഷനിലോട്ട് പോയാലോ?
3 ഡിഫറെൻറ്റ് ടൈപ്സ് എന്തോ ഫുഡ് വെച്ചിട്ടുണ്ട്. ദോശാസ് ആണെന്ന് മനസ്സിലായത്, എന്താണെന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് പുള്ളിയുടെ തന്നെ ചോദിക്കാം എന്താ സംഭവം എന്നുള്ളത്. ഇത് വന്നിട്ട് സപ്തസ്വര ഊത്തപ്പം, 7 ചെറിയ ഊത്തപ്പം, അത് 7 ടൈപ്പ് ഫില്ലിങ്സ് ആണ്. ഫില്ലിങ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗ്രീൻ പീസ്, പൊടി, ക്യാപ്സിക്കം, വെജിറ്റബിൾസ്, ഓണിയൻ ആൻഡ് കാഷ്യൂ. ഇതാണ് സപ്തസ്വര ഊത്തപ്പത്തിനുള്ളത്. ദെൻ അടുത്തത് ദിസ് പന്നീർ റോസ്റ്റ്. പന്നീർ റോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഫില്ലിങ്സ് ഓണിയൻ, ടൊമാറ്റോ സോട്ട് ചെയ്തത്, അത് കഴിഞ്ഞ് വേറെ കുറച്ച് മസാലാസ് ആൻഡ് അതിൽ പന്നീർ സ്മാഷ് ചെയ്ത് ഫില്ല് ചെയ്തിട്ടുള്ളതാണ് പന്നീർ മസാല റോസ്റ്റ്. ഇത് ചീസ് മസാല റോസ്റ്റ്. പന്നീറിന് പകരം ചീസും അതിൻ്റെ ഇതായുള്ള ചേരുവകളും ഫില്ല് ചെയ്തിട്ടാണ്. ആ മസാലാസ് നമ്മുടെ സ്പെഷ്യൽ ടേസ്റ്റിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. ഈ ടേസ്റ്റിൽ പാലക്കാട് വേറെ ആരും ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു സക്സസ്. ശരിക്കും പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്കൊക്കെ ദോശ കഴിക്കില്ല എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നാൽ മതി. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ്. ചെറുതുമാണ്, വലിയ സൈസും ഇല്ല, അപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്നൊക്കെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ചീസ് എന്ന് പറഞ്ഞാലും അറിയാമല്ലോ, ഇപ്പോൾ എല്ലാ ഐറ്റംസിലും ചീസാണ്. അപ്പോൾ കുട്ടികൾക്ക് അതും ഇഷ്ടമുള്ളൊരു കാര്യം തന്നെ. അടുത്തത് മറ്റേ പനീറും കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു, എനിക്ക് കാണുമ്പോൾ തന്നെ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഇയാളെയാണ് ഞാൻ ആദ്യം ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂടെ ടേസ്റ്റ് ചെയ്യാൻ കൂടി നമുക്ക് സാമ്പാറുണ്ടാവും, നമ്മുടെ തേങ്ങാ ചട്നി ഉണ്ടാവും, പിന്നെ ഗ്രീൻ ചട്നി ഉണ്ട്, റെഡ് ചട്നി ഉണ്ട്, 4 വെറൈറ്റി ചട്നീസും ഉണ്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. ശരിക്കും ഇതിൻ്റെ കൂടെ ഏതാ നല്ല കോമ്പിനേഷൻ വരുന്നത്? 4 കോമ്പിനേഷനാണ്. നമ്മൾ എനി ദോശയ്ക്കും നമ്മൾ എന്നുള്ള ഐറ്റംസ് ആണ് ഈ 4. ശരിക്കും എന്നാലും ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ഏതാ വരിക? റെഡ് ചട്നി ട്രൈ ചെയ്യാം അല്ലേ? ശരിക്കും നമ്മുടെ ഊത്തപ്പത്തിൻ്റെ ടേസ്റ്റാണ്, പക്ഷേ ഫില്ലിങ്ങിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ എടുത്ത് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നോർമൽ ദോശ കഴിക്കണ പോലെയല്ല, ഹെൽത്തിയും കൂടിയാണ്. ബിക്കോസ് അതിലുള്ളത് വെജിറ്റബിൾസ് ആണ്, അതുപോലെ ഗ്രീൻ പീസ് എല്ലാം നമ്മുടെ ഹെൽത്തിന് എന്താ പറയുക നല്ലപോലെ ആവശ്യമുള്ളതായിട്ടുള്ള വെജിറ്റബിൾസും കൂടിയാണ്. ഇതെന്തായാലും സൂപ്പറായിട്ടുണ്ട്. ഞാൻ അടുത്തലോട്ട് പോവാണ്. ഇതാണ് പനീർ റോസ്റ്റ്. നമുക്ക് അകത്തതാ ഫില്ലിങ് കാണാൻ പറ്റുന്നുണ്ട്, പനീർ കാണാൻ പറ്റുന്നുണ്ട്. ഫില്ലിങ്സ് എല്ലാം സ്മാഷ് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ട് എന്താ സംഭവം എന്നുള്ളത് അത്ര പെട്ടെന്ന് അറിയില്ല. ടേസ്റ്റ് ഗുഡ്. ഓക്കെ, ഇത് ചീസ് അല്ലേ? പനീർ തന്നെയാണോ? ഓക്കെ ഓക്കെ. പനീറിൻ്റെ ഫ്ലേവർ ഒന്നായിരുണ്ടോ, അത്ര എരിവില്ല, അത്ര എന്താ പറയുക കുത്തൊന്നുമില്ല, മസാലയുടെ പാകമാണ്. നമ്മുടെ നാക്കിന് കറക്റ്റായിട്ട് ഇഷ്ടപ്പെടുന്നൊരു ഫ്ലേവർ തന്നെയാണ് അതിന് വരുന്നത്. എന്തായാലും കഴിഞ്ഞിട്ട് എനിക്ക് തീർക്കാനുള്ളതാണ്. കൂടുതൽ പറയുക. അപ്പോൾ ചീസ് റോസ്റ്റ് റെഡിയാണ്, ഫില്ലിങ് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പം ഞാൻ ചീസ് റോസ്റ്റ് ട്രൈ ചെയ്യാൻ പോണം. ഫ്ലേവർ സെയിം ലൈക്ക് പനീർ റോസ്റ്റ് തന്നെയാണ്, ഡിഫറൻസ് ഇല്ല. പക്ഷേ ആ ചീസിൻ്റെ ഒരു ഫ്ലേവർ എടുത്ത് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പിസ്സ ബർഗറിൽ മാത്രമൊന്നുമല്ല ചീസ് യൂസ് ചെയ്യാൻ പറ്റുകയെന്നുള്ളതാണ് ഇവർ തെളിയിച്ചിരിക്കുന്നത്. എന്താ പറയുക, ഹെൽത്തിയുമാണ്, പിന്നെ നമ്മുടെ നാട്ടുമ്പുറത്തെ ഭക്ഷണം കൂടിയാണ്. നല്ല ടേസ്റ്റും ഉണ്ട്. പക്ഷേ സിമിലർ, രണ്ടും പനീർ റോസ്റ്റിൻ്റെയും ഇതിൻ്റെയും മസാല സിമിലറായിട്ട് തന്നെ ഫീൽ ചെയ്തു. എന്തായാലും ഞാൻ കഴിച്ചതെല്ലാം എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പോകണം. യു പീപ്പിൾ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ടേസ്റ്റിംഗ് സെഷൻ ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് എനിക്ക് ബായ് പറയാൻ സമയമായി. മറക്കണ്ട, ശ്രീ ഭവൻ ഹോട്ടൽ ചാത്തപുരം ജംഗ്ഷനിലാണ്. ഇവിടെ വന്നിട്ട് ആരെടുത്ത് വേണമെങ്കിൽ ചോദിച്ചാലും ഇതറിയാൻ പറ്റും. നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ തന്നെയാണ്. വെജിറ്റേറിയൻ ഹോട്ടലാണ്, നല്ല ഫുഡാണ്. എന്താ പറയുക, ശരിക്കും
വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് ഫുഡ് ഇവിടെ കഴിക്കാൻ പറ്റും. ഇതുപോലെ തന്നെ വേറെയും നല്ല അടിപൊളി ന്യൂസും പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് ഞാൻ തിരിച്ചു വരാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ. പിന്നെ എപ്പോഴും പറയണ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തൊക്കെ ചെയ്യുക എല്ലാം ഫ്രീ ആണ്. അതുപോലെ തന്നെ ഇവിടെയും വന്ന് ഇവിടുത്തെ ഫുഡും ടേസ്റ്റ് ചെയ്യുക. അപ്പോൾ